വെൽക്കം ടു ട്രാവൽ ആൻഡ് എൻക്വയറി. ഇന്ന് നമ്മൾ കണ്ണൂരേക്കുള്ള യാത്രയിൽ നമ്മളെ നാദാപുരം റോഡ് മുതൽ അങ്ങോട്ടേക്കുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. നാദാപുരം റോഡ് മുതൽ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ കാണുന്നുണ്ടാവും ഒരു വശത്ത് കാറിൻ്റെ ഷോപ്പും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഒഴിവായി നല്ല രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു വീതി, ഇതിപ്പോൾ ഈ വണ്ടി വരുന്ന ഒരു വീതിയിലേക്ക് നമുക്ക് ഈ റോഡ് വികസനം വരും. കോഴിക്കോട് വരുന്ന സമയത്ത് ഈ ഭാഗത്തൊക്കെ നല്ലൊരു വ്യത്യാസം തന്നെയാണ് വന്നത്. ഈ ഭാഗം എന്ന് പറഞ്ഞാൽ കുറച്ച് ഉയർന്നിട്ടുള്ള ചെറിയ ഉയർച്ചയുള്ള ഭാഗമായിരുന്നു. ആ ഭാഗമൊക്കെ ചെത്തി താഴ്ത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ആ ഒരു ഭാഗവും കൂടി താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത്രയും ഹൈറ്റ് ഉണ്ടായിരുന്നു ഈ ഒരു ഭാഗത്തുള്ള റോഡിന്. ആ ഒരു ഹൈറ്റിൽ നിന്ന് താഴ്ത്തി കൊണ്ടുവന്ന് അതായത് അതാണ് ഞാൻ പറഞ്ഞത്, ഈ യാത്രയുടെ സുഖം. നമ്മളിപ്പോൾ പറയുന്നില്ലേ, വലിയ കയറ്റങ്ങളുമില്ല, ചെറിയ ഇറക്കങ്ങളുമില്ല എന്നുള്ള രീതിയിലുള്ള ഒരു അവസ്ഥയിലാണ് ഇവിടുത്തെ റോഡിൻ്റെ സിസ്റ്റം പോകുന്നത്. വളരെ നല്ല രീതിയിൽ വാഹനങ്ങൾക്ക് മൈലേജും കാര്യങ്ങളൊക്കെ ലഭിക്കാൻ തക്കത്തായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. മുക്കാളി അങ്ങനെയുള്ള ഭാഗത്തെ കൂടിയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏതാണ്ട് കുഞ്ഞിപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഏതാണ്ട് എത്താറായിട്ടുണ്ട്. കുറച്ച് ദൂരവും കൂടിയുള്ളൂ. ഈ ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞാൽ സ്വതവേ അത്യാവശ്യം ബ്ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്നൊരു മേഖലയാണിത്. കാരണം എന്ന് വെച്ചാൽ ചെറിയൊരു ആക്സിഡൻ്റ് ആയാൽ പോലും 2 പേര് മാത്രമാണുള്ളത്. ഒന്ന് ഒഴിഞ്ഞു പോകാനോ മറ്റൊന്നും പറ്റാത്ത വിധത്തിലുള്ള സ്ഥലമായിരുന്നു. ഈ സ്ഥലത്തൊക്കെ നല്ല രീതിയിലുള്ള മാറ്റം തന്നെയാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ കാണുന്നുണ്ടാവും, ഇപ്പോൾ അവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് ഏതാണ്ട് തീർന്നിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ സർവീസ് റോഡിലൂടെയുള്ള വാഹന ഗതാഗതം ആരംഭിക്കും. അതോടുകൂടി ഇപ്പുറത്തുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്യും. അത്യാവശ്യം ഈ ഭാഗത്തും പുതിയ റോഡുകളിലൂടെയുള്ള വണ്ടി വിട്ട് തുടങ്ങിയിട്ടുണ്ട്. കാണുന്നുണ്ടാവില്ല നിങ്ങൾ, നല്ല രീതിയിലുള്ള വർക്കാണ് ഇരുവശത്തും നടക്കുന്നത്. അവിടെ ഈ റോഡ് പൊട്ടിച്ച ഒരു വേസ്റ്റാണ് അവിടെ കാണുന്നത്. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് വാഹനം വളരെ വേഗതയിൽ നമുക്ക് കോഴിക്കോട് നിർത്തുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ബ്ലോക്ക് കുറച്ച് കുറവാണ്. പയ്യോളിയും വടകരയും ഉള്ളൊരു ബ്ലോക്ക് കഴിച്ചു കഴിഞ്ഞാൽ വേറെ എവിടെയും അധികം ബ്ലോക്കില്ല. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഈ ഒരു 2 വശത്തേക്ക് കൂടിയും വൺ വേ ആയിട്ട് വാഹനങ്ങൾ വിടുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഗുണമുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഇതുപോലെ ചെത്തി ഇറക്കി നല്ല വൃത്തിയാക്കിയെടുത്ത റോഡുകൾ, അതായത് ഹൈറ്റ് കൂട്ടിയിട്ടുള്ളതും അതായത് കുന്നുപോലെയുള്ളത് ഇടിച്ച് നിരത്തിയിട്ടുള്ള രീതിയിലുള്ള റോഡ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ മാറ്റങ്ങളൊക്കെ വരുന്നതിൻ്റെ ഭാഗമായിട്ട് നല്ല ഒരു ഗുണം തന്നെ റോഡിന് ലഭിക്കുന്നുണ്ട്. നമ്മളിപ്പം ഈ ഒരു ഭാഗത്തെ കൂടി കടന്നു പോകുമ്പോൾ പണ്ട് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഒരു സ്ഥലത്ത് മാത്രം മണ്ണിട്ട് ഉയർത്തിയ ഭാഗത്തെ കൂടി മാത്രം വാഹനം വിടുന്ന ഒരു സ്ഥലമായിരുന്നു. ഇവിടെ നിന്നൊക്കെ ചെറിയൊരു ബ്ലോക്ക്, ഒരു വാഹനം നിന്ന് പോയാൽ തന്നെ പിന്നെ നമുക്ക് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ മാറി നല്ലൊരു വ്യത്യാസം വന്ന് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം തന്നെയാണ് കാര്യം. ഇപ്പം നമ്മൾ ഏതാണ്ട് മുക്കാളി ഭാഗമൊക്കെ കഴിഞ്ഞ് നമ്മൾ കുഞ്ഞിപ്പള്ളി ഭാഗത്തേക്ക് എത്താറായിട്ടുണ്ട്. സാധാരണ ഇതിൽ നമ്മൾ കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് നിന്ന് കണ്ണൂരേക്കോ പോകുമ്പോൾ തലശ്ശേരി കൊടുവള്ളി മുതൽ അങ്ങനെ ഇങ്ങോട്ട് ബ്ലോക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ കുഞ്ഞിപ്പള്ളി വരെ ബ്ലോക്ക് ഉണ്ടാവും. ആക്ച്വലി ഏതാണ്ട് 10 മിനിറ്റ് 20 മിനിറ്റ് കൊണ്ട് കവർ ചെയ്യേണ്ട സ്ഥലം നമുക്ക് ഒരു മണിക്കൂർ 3/4 മണിക്കൂറൊക്കെ എടുത്ത് കടന്നു പോകുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ
ഇനി അങ്ങോട്ട്, കാരണം ഇപ്പം തന്നെ മാഹി തലശ്ശേരി എന്ന് പറയുന്ന ടൗണിൽ വാഹനങ്ങളുടെ ആ ഒരു ശക്തമായ കടന്നുവരവ് ഒഴിവായിട്ട് നല്ല രീതിയിൽ ബ്ലോക്ക് ഒഴിവായി കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല അതിൽ കൂടി യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ ഇപ്പം പ്രത്യേകിച്ച് ആംബുലൻസ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ രക്ഷപ്പെട്ട് വന്നിട്ടുണ്ട്. കാരണം പെട്ടെന്ന് തന്നെ കോഴിക്കോടേക്ക് എത്താം കണ്ണൂർ ഭാഗത്തുള്ള ആളുകൾക്ക്. അപ്പോൾ അങ്ങനെയുള്ള കുറേ മാറ്റങ്ങൾ. അപ്പോൾ ഇതിന് മുഴുവനായിട്ടും വർക്ക് കഴിയുന്ന ഒരു ഘട്ടത്തിൽ നമുക്ക് വലിയ രീതിയിലുള്ള ഗുണങ്ങൾ നമുക്ക് ലഭിക്കും. ഈ ഒരു ഭാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ബൈപ്പാസാണ്, തലശ്ശേരി ബൈപ്പാസാണ്. കുഞ്ഞിപ്പള്ളി എന്ന് പറയുന്നത് ഒരു പള്ളിയെ ബേസ് ചെയ്തിട്ട് തന്നെ ഉണ്ടായിട്ടുള്ളൊരു ചെറിയ ടൗണാണിത്. ഈ ഒരു ഭാഗത്തെ കൂടി പോകുമ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് മുക്കാളി അങ്ങനെ ഉള്ളോട്ടുള്ള ഭാഗങ്ങളിലേക്കൊക്കെ കയറി പോകാൻ പറ്റും. മുക്കാളി എന്ന് മാത്രമല്ല, അങ്ങോട്ടേ കുറേ ഭാഗങ്ങളുണ്ട്. ആ ഭാഗത്തേക്കൊക്കെ കയറി പോയി നമ്മൾ ഏതാണ്ട് എക്സാക്റ്റ് കുഞ്ഞിപ്പള്ളി ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. കുഞ്ഞിപ്പള്ളി ഭാഗം എന്ന് പറയുന്നത് നമുക്കൊരു ഫ്ലൈ ഓവർ ജംഗ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് തന്നെ ഫ്ലൈ ഓവർ ജംഗ്ഷൻ കൊടുക്കണം, കാരണം ഇങ്ങനെ അങ്ങോട്ടേക്കൊരു വഴി സ്ഥിരമായിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ കട്ട് ചെയ്ത് ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ ഒരു ഫ്ലൈ ഓവർ ജംഗ്ഷൻ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഇവിടെ ഒരു ഫ്ലൈ ഓവർ ചെറിയ രീതിയിൽ, അതായത് ഒരു നമ്മൾ പറയില്ല അണ്ടർപാസ് സ്റ്റൈലുള്ള ഒരു ഫ്ലൈ ഓവർ ആയിരിക്കും കൊടുക്കുക. ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ എപ്പോഴും നല്ല തിരക്കുള്ള ഒരു ഭാഗമാണ്. കാരണം എന്ന് വെച്ചാൽ വാഹനങ്ങൾ നിർത്തി ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ, വലിയ വലിയ വാഹനങ്ങളൊക്കെ നിർത്തി കഴിക്കാനുള്ള സ്ഥലം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇപ്പോൾ ഇനി അതങ്ങോട്ട് മാറി വരും. ഇതിപ്പോൾ നമ്മൾ ബൈപ്പാസിലേക്ക് കയറാനുള്ള എൻട്രി പോയിൻ്റാണിത്. അതായത് നമ്മളെ തലശ്ശേരി മാഹി ബൈപ്പാസ് മുഴപ്പിലങ്ങാട് എന്നുള്ളൊരു എൻട്രി ഉണ്ട്. അതേപോലെ തന്നെ ഈ ഒരു കുഞ്ഞിപ്പള്ളി എന്നുള്ള എൻട്രി ഉണ്ട്. കുഞ്ഞിപ്പള്ളി എന്നുള്ള എൻട്രി എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരുന്ന വാഹനം. അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ ഏതാണ്ട് ദൂരത്ത് കാണുന്നുണ്ട്. അതാണ് നമ്മൾ ഈ ഒരു തലശ്ശേരി മാഹി ബൈപ്പാസിൻ്റെ എൻട്രൻസ്. ഒരു വൈകിട്ടത്തെ സായാഹ്നത്തിലുള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു യാത്ര. അതാണ് ഞാനിപ്പോൾ ഈ ഒരു ഭാഗം കൂടി കാണിക്കാമെന്ന് വിചാരിച്ചത്. മുഴുവൻ ഭാഗമൊന്നും കാണിക്കുന്നില്ല. നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വികസനം വരിക എന്ന് പറയുന്നത് നമ്മളെ നാടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ സന്തോഷം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അതിലിപ്പോൾ ഒരു രാഷ്ട്രീയമോ അതിൽ മറ്റ് ഒരു കാര്യങ്ങളും കലർത്തേണ്ടതില്ല. അപ്പോൾ ഇതിന് നമുക്ക് വലിയ രീതിയിൽ സഹകരിച്ച മുഴുവൻ എന്താ പറയുക രാഷ്ട്രീയ നേതാക്കൾക്കും കാര്യങ്ങൾക്കൊക്കെ നമ്മളൊരു വലിയ സന്തോഷം അറിയിക്കുകയാണ്. പിന്നെ മറ്റ് പലതരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇതിപ്പോൾ കാണുന്നുണ്ടോ, നമ്മൾ സ്പീഡ് ട്രാക്ക് പോയിട്ട് കാര്യമില്ല, നമ്മളെ കുറേ ആൾ വിമർശിക്കാനുണ്ടാവും. അതുപോലെ തന്നെ ഞാനും പറയുന്നു, എല്ലാവർക്കും ഈ കാര്യത്തിനെ പറ്റിയൊന്നും അറിയില്ല. അതിൽ രണ്ടാമത്തെ കാര്യം, സ്പീഡ് ട്രാക്കിലൊരു വാഹനം പിന്നിലില്ല എങ്കിൽ നമ്മൾ അതിലൂടെ പോയിക്കൊണ്ട് പോകുന്നത് കൊണ്ട് കുഴപ്പമില്ല. മാത്രമല്ല, സ്പീഡ് ട്രാക്കിലൊരു വാഹനം പിന്നിൽ വന്നാൽ മാറിക്കൊടുക്കാനുള്ള മാന്യത അത്യാവശ്യം അധികം ആളും നമ്മളെ നാട്ടിലെ ആളുകൾ കാണിക്കാറില്ല. ഇതിൽ നമ്മൾ യൂട്യൂബിൽ നമ്മൾ കുറേ ആൾ വിമർശിക്കുന്നതൊക്കെ ഞാൻ കാണാറുണ്ട്. അവരൊക്കെ തന്നെയാണോ ഇത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തൊക്കെ ആയാലും ശരി, നല്ല കാര്യം തന്നെ. എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഒരു എന്താ പറയുക യാത്ര ആശംസിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് നാളെ ബാക്കി കണ്ണൂരിൻ്റെ ഭാഗങ്ങളുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു. അഭിപ്രായങ്ങൾ എഴുതുക, ലൈക്ക് ചെയ്യുക. ഓക്കെ.